നമസ്കാരം. എല്ലാവർക്കും സുഖമാണല്ലോ? എൻ്റെ കഴിഞ്ഞ വീഡിയോസ് എല്ലാവരും കണ്ടിരിക്കുമെന്ന് കരുതുന്നു. കാണാത്തവർ കാണാൻ ശ്രമിക്കുക. എൻ്റെ ഇന്നത്തെ വീഡിയോ അതിൻ്റെ തുടർച്ചയാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ബൈബിൾ ഭാഗം ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായം 1 മുതൽ 33 വരെയുള്ള വാക്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, അബിമലേക്കിന്റെ പിതാവ് ആര്? ഉത്തരം ജെറുബ്ബാൽ. അത് 9-ാം അധ്യായം 1-ാം വാക്യത്തിലാണുള്ളത്. രണ്ടാമത്തെ ചോദ്യം, ജെറുബ്ബാലിന് എത്ര പുത്രന്മാർ ഉണ്ടായിരുന്നു? ഉത്തരം 70. അത് 9-ാം അധ്യായം 2-ാം വാക്യത്തിലാണുള്ളത്. മൂന്നാമത്തെ ചോദ്യം, ബാൽബെറീത്തിന്റെ ക്ഷേത്രത്തിൽ നിന്ന് എത്ര വെള്ളി നാണയമാണ് ശെക്കെം നിവാസികൾ അബിമലേക്കിന് കൊടുത്തത്? ഉത്തരം 70. അത് 9-ാം അധ്യായം 4-ാം വാക്യത്തിലാണുള്ളത്. നാലാമത്തെ ചോദ്യം, ജെറുബ്ബാലിന്റെ ഇളയ പുത്രൻ ആരാണ്? ഉത്തരം യോത്താം. അത് 9-ാം അധ്യായം 5-ാം വാക്യത്തിലാണുള്ളത്. അഞ്ചാമത്തെ ചോദ്യം, ഗെരിസിം മലയുടെ മുകളിൽ കയറി നിന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ശെക്കെം നിവാസികളെ, ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുവിൻ. ആരാണ് ഇത് പറഞ്ഞത്? ഉത്തരം യോത്താം. അത് 9-ാം അധ്യായം 7-ാം വാക്യത്തിലാണുള്ളത്. ആറാമത്തെ ചോദ്യം, യോത്താം സഹോദരനായ അബീമലേക്കിനെ ഭയന്ന് എവിടെയാണ് പോയി താമസിച്ചത്? ഉത്തരം ബേറിൽ. അത് 9-ാം അധ്യായം 22-ാം വാക്യത്തിലാണുള്ളത്. ഏഴാമത്തെ ചോദ്യം, അബിമലേക്ക് എത്ര വർഷമാണ് ഇസ്രായേൽ ഭരിച്ചത്? ഉത്തരം 3 വർഷം. അത് 9-ാം അധ്യായം 22-ാം വാക്യത്തിലാണ് ഉള്ളത്. എട്ടാമത്തെ ചോദ്യം, യെബദിന്റെ പുത്രൻ ആരാണ്? ഉത്തരം ഗാൽ. അത് 9-ാം അധ്യായം 25-ാം വാക്യത്തിലാണുള്ളത്. 9-ാമത്തെ ചോദ്യം, അബിമലേക്കിന്റെ കിങ്കരൻ ആര്? ഉത്തരം സെബൂൾ. അത് 9-ാം അധ്യായം 28-ാം വാക്യത്തിലാണ് ഉള്ളത്. 10-ാമത്തെ ചോദ്യം, ശെക്കെം നഗരാധിപൻ ആരാണ്? ഉത്തരം സെബൂൾ. അത് 9-ാം അധ്യായം 30-ാം വാക്യത്തിലാണുള്ളത്. ഇന്ന് നാം കണ്ട ചോദ്യോത്തരങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇന്നത്തെ ചോദ്യോത്തരങ്ങൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിടുന്നതായിരിക്കും. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക. താങ്ക് യു.